ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഡിക്ഷണറി ഓഫ് വില്ലേജ് ലൈഫ്. അപ്പോൾ ഇന്ന് ഞാൻ എടലാപുരത്ത് ചാമുണ്ടി എന്ന് പറയുന്ന ഒരു തെയ്യക്കോലത്തിൻ്റെ ഐതിഹ്യവും ആ തെയ്യക്കോലം കെട്ടിയാടിച്ചതിൻ്റെ കുറച്ച് ഭാഗങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദേവാസുര യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴായിട്ട് നല്ല ബലവും വീര്യവും ഉണ്ടായിരുന്നതാണെന്ന് ചിന്തിച്ചിരുന്ന ദേവസമൂഹം ഒത്തിരി തവണ പലപ്പോഴായിട്ട് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് പരിഹാരം എന്നോണം ദേവേന്ദ്രൻ കരുണാവാരിധിയും സംഹാരമൂർത്തിയുമായ കൈലാസവാസിയെ ശരണം പ്രാപിച്ചു. സങ്കടം തീർത്തു തരണേ എന്ന് പറഞ്ഞ് അഭയം പ്രാപിച്ചപ്പോൾ ഭഗവാൻ ആശങ്ക അകറ്റി അനുഗ്രഹം ചൊരിഞ്ഞു. ഹോമകുണ്ടം ഒരുക്കിയിട്ട് 40 നാള് മുടങ്ങാതെ മന്ത്രോച്ചാരണങ്ങളും ഒക്കെ ആയിട്ട് ഹോമം നടന്നു. അപ്പം അങ്ങനെ ആയതിനു ശേഷം കൈലാസനാഥൻ്റെ നൃത്തം കൂടി ഉണ്ടായിരുന്നു. 40 നാള് കഴിഞ്ഞ് 41-ാം നാള് ത്രിസന്ധ്യയിൽ ആകാശം നല്ല മഴക്കോളും ഇടിയും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. അപ്പോൾ കനലിൽ നിന്നുന്ന ഹോമകുണ്ടത്തിൽ നിന്നും പൊന്നുപോലത്തെ 7 ദിവ്യദേവതമാർ ഓരോന്നായി പൊങ്ങി വന്നു എന്നാണ് ഐതിഹ്യം. അതിൽ ഓരോരുത്തർക്കായിട്ട് ഓരോരു പേരിടുകയും ചെയ്തു മുനിമാർ. 7 ദേവതമാരിലും അതികേമിയായിരുന്ന ദേവതയെ രക്ഷപ്പെട്ട ആ മാത്രയിൽ തന്നെ നോക്കുമ്പോൾ എന്തൊക്കെയോ ദിവ്യ ചൈതന്യം തോന്നിയിരുന്നു. ദേവി പ്രത്യക്ഷപ്പെട്ട ആ സമയം തന്നെ പ്രകൃതി നിശ്ചലമായി ഇടിയും മഴയും മേഘവും എല്ലാം തെളിഞ്ഞ് സ്തംഭരായി നിന്നു എന്നാണ് പറയപ്പെടുന്നത്. കനൽ കത്തുന്ന അത്രയും സൗന്ദര്യവും 8 മുഖങ്ങളോടുകൂടി 16 കൈകളിൽ ദിവ്യ ആയുധങ്ങളോടുകൂടിയും പ്രത്യക്ഷപ്പെട്ട ആ ദേവി എൻ്റെ അവതാര ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ എന്നെ അവതരിപ്പിച്ചതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് കൈലാസനാഥനോട് ആരാഞ്ഞപ്പോൾ കൈലാസനാഥൻ ദേവേന്ദ്രൻ പറഞ്ഞ ആ ഒരു പ്രശ്നം അവിടെ അവതരിപ്പിക്കുകയും അതിന് പരിഹാരത്തിനായി ദേവിയെ നിശ്ചയിച്ചു എന്നാണ് പറയപ്പെടുന്നത്. കൊടുങ്കാറ്റിൻ്റെ വേഗതയോടുകൂടി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയ ദേവി തന്നോട് ആവശ്യപ്പെട്ട ആ കാര്യം നിറവേറ്റി വിജയലക്ഷ്യവുമായി വിജയം കണ്ടതിന് ശേഷം കൈലാസേശ്വരൻ തിരിച്ചു വന്നു. അപ്പോൾ കൈലാസം കയറിയ ആ ദേവിക്ക് പരമേശ്വരൻ ദിവ്യായുധം നൽകി ഭൂമിയിലേക്ക് സായുധ ജലപരിപാലനത്തിന് നിയോഗിച്ചു. അപ്പോൾ ജനങ്ങളുടെ സൗഖ്യവും ആരോഗ്യവും സന്തോഷവും സമൃദ്ധിയും എല്ലാം ഈ ദേവിയുടെ കൈകളിലേക്ക് കൊടുത്തിട്ട് നമ്മുടെ ജലപരിപാലനത്തിനായിട്ട് ആ ദേവി കൈലാസത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. ഭൂമിയിലെത്തിയ ദേവി ഒരു വൃക്ഷത്തിൻ്റെ താഴെ, എടല എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിൻ്റെ താഴെ വിശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ കുന്നുമ്മൽ കാരണവർ അതുവഴി പോകുന്നത് കണ്ടതും. അപ്പോൾ കുന്നുമ്മൽ കാരണവരുടെ അടുക്കും ചിട്ടയും എല്ലാം കണ്ട് ദേവിക്കൊരു കൗതുകം അതിലാകൃഷ്ടയായിപ്പോയി. ഇങ്ങനെ കുന്നുമ്മൽ കാരണവരുടെ പടിഞ്ഞാറ്റയിൽ ആദ്യ സ്ഥാനം നേടി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എടലാപുരത്തമ്മ വന്നു കഴിഞ്ഞതിന് ശേഷം കുന്നുമ്മൽ കാരണവരുടെ വീട്ടിലെ സമ്പത്തും പ്രസിദ്ധിയും 4 നാട്ടിലും അറിയത്തക്കപ്പെട്ട അത്രയും വളർമ്പോഴാണ് ഇതിന് അസ്വസ്ഥനായ കുതന്ത്രക്കാരനായ മൂഴിക്കര കർത്താവ് വ്രതമിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. കുന്നുമ്മൽ കാരണവരെ പോലെ തന്നെയും കുബേരനാക്കണേ എന്ന്. ദേവി എടല വൃക്ഷത്തിൻ്റെ താഴെയാണ് വിശ്രമിച്ചത് എന്ന് അറിഞ്ഞ ആ മൂഴിക്കര കർത്താവ് ആ എടല വൃക്ഷം തന്നെ അരിഞ്ഞിട്ടു എന്ന് പറയപ്പെടുന്നു. എന്നിട്ടും കലിയടങ്ങാതെ നേരെ ചെന്നത് കുന്നുമ്മൽ തറവാട്ടിലായിരുന്നു. ദേവിയുടെ വിശിഷ്ടമായ ആയുധങ്ങൾ കയ്യിലെടുക്കാൻ ശ്രമിക്കവേ കുന്നുമ്മൽ കാരണവർ അത് തടഞ്ഞു നിർത്തി. രണ്ടുപേരുമുണ്ടായ പിടിവലിയിൽ വാൾമുന കയറിയിട്ട് കുന്നുമ്മൽ കാരണവർ പിടഞ്ഞു വീണു. എല്ലാ മുറവിളിയും കഴിഞ്ഞ് സ്വന്തം ഭവനത്തിലേക്കെത്തിയ മൂഴിക്കര കർത്താവിനെ ദുർനിമിത്തങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു ഭവനത്തിൽ വന്നു പതിച്ചത്. മൂഴിക്കര കർത്താവ് പ്രശ്നം വെച്ച് ചിന്ത നടത്തിയപ്പോഴാണ് മനസ്സിലായത് ചാമുണ്ടി അമ്മയുടെ കോപം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്ന്. ഒടുവിൽ ദേവിയെ വ്രതമിരിക്കുകയും
കുന്നുമ്മൽ തറവാട്ടിലെ പടിഞ്ഞാറ്റ പുനർനിർമ്മിച്ച് കാരണവരുടെ ഒരു സ്വർണ്ണ പ്രതിരൂപം ഉണ്ടാക്കി സമർപ്പിച്ച് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തിട്ട് പ്രായച്ചിത്തമായി ദേവിയുടെ കോലസ്വരൂപം ആദ്യമായി അവതരിപ്പിച്ചു എന്നാണ് ഐതിഹ്യം. സർവൈശ്വര്യദായികയായ ഈ ചാമുണ്ടേശ്വരി ഉച്ച സമയത്ത് മഹാലക്ഷ്മിയുടെ ഐശ്വര്യത്തോട് തിളങ്ങുമ്പോൾ ജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞാൽ അവർക്ക് എന്നും സന്തോഷവും സമാധാനവും നിലനിൽക്കും എന്നാണ് പറയപ്പെടുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും ദേവിയുടെ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കഥയല്ല, ഇതൊരു ഐതിഹ്യമാണ്. ഈ തെയ്യത്തിൻ്റെ തോറ്റം പാട്ടിലും ഈ കഥകളൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. കുളിച്ച് സുന്ദരിയായി ഒരുങ്ങുന്നതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങളിലൂടെ പറഞ്ഞു പോകുന്നത്. കണ്ണെഴുതുന്നു, പൊട്ട് വയ്ക്കുന്നു, അങ്ങനെ എന്നും സുന്ദരിയായിട്ടിരിക്കുന്ന ഒരു ദേവി, എല്ലാ ചൈതന്യങ്ങളോടും പ്രത്യക്ഷപ്പെട്ട ഒരു ദേവിയാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു മയക്കങ്ങളും മിനുക്കങ്ങളും ഒക്കെയാണ് ഈ ഭാഗത്ത് പറഞ്ഞു പോകുന്നത്. ഇടയ്ക്കിടെ ഒരു പ്രത്യേകതരം ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതും ആ ദേവിയുടെ ആ വേഷവിധാനത്തിൽ, ആ കെട്ടിയാടിക്കുന്ന തെയ്യരൂപത്തിൻ്റെ ആ ഒരു സവിശേഷതയായിരുന്നു. കുസൃതിയും തമാശയൊക്കെ ആയിട്ട് കാണികളുടെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, കാണികളെ ഹരം കൊള്ളിക്കുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ തെയ്യരൂപമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ തന്നെ പല സ്ഥലത്തും ഈ ദേവിയെ കെട്ടി ആടിക്കുമ്പോൾ
ഈ ചാമുണ്ടേശ്വരിയെ കെട്ടി ആടിക്കുമ്പോഴത്തേനും ഇതൊക്കെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ആ ദേവിയെ വിവരിക്കുമ്പോൾ ആ ദേവിയിലെ പ്രത്യേകതകളാണ്, കുട്ടിത്വം നിറഞ്ഞ എന്നെല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ആ തെയ്യക്കോലം അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. കാണാൻ നല്ലതായിരുന്നു. കോഴിയെ ഗുരുതി കൊടുത്ത് ഒരു കലശം ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് കേട്ടറിവുള്ള കഥകൾ ഇങ്ങനെയൊക്കെയാണ്. കൂടുതലായിട്ട് എനിക്ക് ഇതിനെപ്പറ്റി ഒത്തിരി അറിവുള്ളവരുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്കിങ്ങനെയൊക്കെ പറഞ്ഞു തരാനേ അറിയത്തുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണെങ്കിലും ഞാൻ ഒത്തിരി തെയ്യങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ അകത്തു നിന്നും തികച്ചും വ്യത്യാസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ശരിക്കും വടക്കൻ മലബാറിൻ്റെ ഒരു അഹങ്കാരം എന്ന് തന്നെ പറയാം. എത്രയോ തെയ്യ കലാരൂപങ്ങളുണ്ട്. അത് ഓരോന്നും ഓരോരോ രീതിയിലും ഐതിഹ്യം കൊണ്ടും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. വേഷവിധാനങ്ങൾ കൊണ്ട്, തോറ്റം പാട്ടുകൊണ്ട്, എല്ലാം കൊണ്ടും തികച്ചും വ്യത്യാസമായിട്ടിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷവും ആശ്ചര്യവും കൗതുകവും ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞു ക്യാമറയിലൂടെ, എൻ്റെ കുഞ്ഞു ഫോണിലൂടെ ഇത് നിങ്ങളിലേക്കും എത്തിക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ഒത്തിരി പേർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. എന്നെപ്പോലെ തന്നെ ആയിരിക്കും നിങ്ങളും ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ കാണുമ്പോഴും ഇതിനെക്കുറിച്ച് അറിയുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുമ്പോഴും കേൾക്കുമ്പോൾ നമുക്കും മനസ്സിനൊരു സന്തോഷമാണ്, കാണാനും കേൾക്കാനും അറിയാനുമായിട്ട്. ഈ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ദേവി എത്രമാത്രം ഒരു കുസൃതിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവാം. ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം രാവിലെ വിദ്യാസ്വരൂപിണിയായും ഉച്ചയ്ക്ക് മഹാലക്ഷ്മിയായും സന്ധ്യയ്ക്ക് ശേഷം ഭദ്രകാളിയായിട്ടാണ് ദേവി സങ്കല്പങ്ങൾ ഉള്ളത്. അപ്പം ഉച്ചയ്ക്ക് സമയത്ത് നമുക്ക് ദേവി അനുഗ്രഹം ചൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ സമ്പാദ്യം, സമ്പത്ത്, ആയുരാരോഗ്യ സൗഖ്യങ്ങളെല്ലാം ആയുരാരോഗ്യം, ആയുസ്സും കൂടി ഒരു സമ്പാദ്യമാണല്ലോ. അപ്പോൾ ആയുരാരോഗ്യ സമ്പത്തോടു കൂടി നമ്മളിരിക്കും, സർവൈശ്വര്യത്തോടും ഇരിക്കുന്നുള്ളതാണ്. അപ്പോൾ ആ ഉച്ച സമയത്താണ് ദേവി എല്ലാവരെയും അനുഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു അനുഗ്രഹം ആകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ തുടർന്നുള്ള വീഡിയോ നിങ്ങൾ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു. മോനെ അങ്ങോട്ടോട്ട് മേലേക്ക് ചോര കരിക്കുമ്പോളെ അങ്ങോട്ടാ സൈഡിലേക്ക് ഒന്നിച്ചോ എല്ലാവരും ഉണ്ട്. ചോര എല്ലാം തെറിക്കും. ഓടിക്കും. ഈ സൈഡിലേക്ക്, ഈ ഏച്ചിൻ്റെ സൈഡിൽ ഇവിടെ നിൽക്കാം. അവിടെ അരണിമേ നീ കുട്ടികളാ സൈഡിലേക്ക്, ആ സൈഡിലോട്ടേക്ക് നെച്ചോട്ടേക്ക് മോളാ.